ഈ തിലകഞ്ചേട്ടനൊക്കെ ചെയ്തു വെക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അതൊരു അസാധ്യ കഴിവ് തന്നെയാണ്. അത്ര പ്രതിഭയായിരുന്നു ഈ പുള്ളിയുടെ രംഗവേദി തിലകഞ്ചേട്ടൻ. അതുകൊണ്ട് ശബ്ദം കൊണ്ട് ഉള്ള കലനങ്ങൾ. കാരണം വെച്ചാൽ മൈക്കിനടുത്ത് നാടകത്തിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഇന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് കൂടുതൽ മൈക്കുകൾ 2-3 മൈക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. മറ്റേത് ഈ നടുക്ക് കിടക്കുന്ന ഒരു മൈക്ക്, ഒറ്റ മൈക്ക്, ഒന്നുകിൽ നടുക്കായിരിക്കും, KPSC ആണെങ്കിൽ താഴെ വെക്കും. അപ്പോൾ ഈ ഒരു മൈക്കിനകത്തോടെ ഈ സ്റ്റേജിൻ്റെ ഏത് മൂലയിൽ നിന്നാലും അവർ പറയുന്നതിൻ്റെ ആ റേഞ്ചുണ്ട്. അകന്നു പോകുമ്പം പറയേണ്ട ആ ഒരു വോയിസിൻ്റെ ഒരു ഡെപ്ത്ത്, ഏറ്റവും അടുത്ത് വന്ന് വികാരഭരിതമായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു ക്രമീകരണം, ഇതൊക്കെ ഈ തിലകഞ്ചേട്ടൻ്റെ ആ പറ എന്നുള്ള ആ ശബ്ദം വെച്ചിട്ട് പുള്ളി അഭിനയിച്ച് ഫലിപ്പിക്കുന്ന കണ്ടാൽ നമ്മൾ അന്തം വിട്ടു. അതിൻ്റെ കൺട്രോൾ, ആ നിയന്ത്രണം, ശബ്ദ നിയന്ത്രണമൊക്കെ, അതൊക്കെയെന്ന് പറയുന്നത് ഈ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം കൈ വരുന്നതാണ്. അതൊക്കെയാണ് പിന്നീട് പുള്ളി വൈകി സിനിമയിലേക്ക് വന്നയാളാണ്. ഒത്തിരി ലേറ്റായാണ് പുള്ളി സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ അതൊക്കെ ആ സിനിമയിൽ അസാധ്യമായിട്ട് പുള്ളിക്ക് ആ ശബ്ദത്തിൻ്റെ ആ ക്രമീകരണങ്ങളൊക്കെ അസാധ്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.